രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് യോഗത്തിൽ സസ്പെൻഷനിലായാൽ താൻ വേറെ പാർട്ടിയുടെ ആളാണോ എന്ന് രാഹുൽ ചോദിച്ചു. ഇത് ഇന്നലെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണിത്. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. രാഹുല് ഈ പറയുന്ന തൻ്റെ മണ്ഡലമായ പാലക്കാട്, ആ പാലക്കാട് പിരായിരിയിൽ കോൺഗ്രസിൻ്റെ ഭരണമുള്ള ഒരു ക്ഷീര സംഘത്തിൻ്റെ ഓഫീസ്, അല്ലെങ്കിൽ ക്ഷീര ഉൽപാദക സംഘത്തിൻ്റെ നമ്മളെ ഈ പാൽ സൊസൈറ്റി, അതാണ് ഈ ക്ഷീരസംഘം, ആ പാൽ സൊസൈറ്റിയിൽ പോയതിനെ കുറിച്ചാണ് ഈ വാർത്ത. പാൽ സൊസൈറ്റിയിൽ അവിടെ ഒരു യോഗം നടന്നിട്ടില്ല. പാൽ സൊസൈറ്റിയിൽ രാഹുൽ മാങ്കൂട്ടം ചെല്ലുമ്പോൾ അവിടെ പാൽ സൊസൈറ്റിയുടെ ഭരണസമിതിയിലെ കോൺഗ്രസിന്റെ UDFന്റെ അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നതിലുപരി അവരെ കണ്ടു, അവരെ സംസാരിച്ചു, അവരുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുശലം പറഞ്ഞു, പാൽ സൊസൈറ്റിയിലെ ജീവനക്കാരുമായിട്ട് കുശലം പറഞ്ഞു, ഒക്കെ ചെയ്തു. അതിനെയാണ് കേരളത്തിലെ ഒരു മാധ്യമം ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ സസ്പെൻഷനിലായ താൻ വേറെ പാർട്ടിയുടെ ആളാണോ എന്ന ചോദ്യം മാത്രമല്ല, അതിലും വലിയ ചോദ്യങ്ങളും വലിയ വിമർശനങ്ങളും ഈ പറയുന്ന ചാനലിനെതിരെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടം നടത്തിയിരുന്നു. ഏത് ചാനലാണ് ഈ വാർത്ത കൊടുത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കേരളത്തിലെ മരംമുറിക്കാരൻ്റെ വീരപ്പൻ്റെ മൊട്ടയുടെ ചാനലുണ്ടല്ലോ, ആ ചാനൽ തന്നെയാണ്. ഇന്നലെ ഈ വാർത്ത വരുന്നതിന് മുമ്പ് രാവിലെ മാതൃഭൂമി പത്രത്തില്, അല്ല മാതൃഭൂമി ചാനലില് അവിടെ ഒരു വാർത്ത വന്നിരുന്നു. എന്താണ് വാർത്ത? ആ വാർത്ത എന്ന് പറയുന്നത് രാഹുലിന്റെ MLA ഓഫീസിൽ എ ഗ്രൂപ്പിന്റെ മീറ്റിംഗ്, എ ഗ്രൂപ്പിന്റെ യോഗം MLA ഓഫീസിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ രാഹുൽ അതിന് തിരിച്ചു മറുപടി കൊടുത്തത്, എൻ്റെ ഓഫീസിൽ CPM-കാർ വരാറുണ്ട്, BJP-ക്കാർ വരാറുണ്ട്, MLA-യുടെ ഓഫീസിൽ ഇങ്ങനെ ആളുകളൊക്കെ വരാറുണ്ട്, അപ്പൊ അവരൊക്കെ വന്നാൽ അവിടെ BJP-യുടെ മീറ്റിംഗ് നടന്നു എന്നാണോ നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്ന് പറഞ്ഞാല് പാലക്കാട്ടെ ജനങ്ങള്, പാലക്കാട് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരും അല്ലാത്തവരുമായ ജനങ്ങള് MLA എന്നുള്ള രീതിയിൽ, പാലക്കാടിന്റെ ജനപ്രതിനിധി എന്ന രീതിയിൽ പാലക്കാട്ടുകാരുടെ ആവശ്യങ്ങള്, അവരുടെ പ്രശ്നങ്ങള്, പൊതുവായ പ്രശ്നങ്ങള്, ഇതൊക്കെ അറിയിക്കുവാനും ബോധിപ്പിക്കുവാനും വേണ്ടി ഈ ആളുകളൊക്കെ പാലക്കാട് MLA ഓഫീസിൽ എത്താറുണ്ട്. അപ്പോ ആ എത്തിയതിനെ കുറിച്ചാണ് അത്തരത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ വന്ന് അവിടെ CPM-ന്റെ ആളുകൾ വരാറുണ്ട്, BJP-യുടെ വരാറുണ്ട്, ഈ മാധ്യമ പ്രവർത്തകർ പോകാറുണ്ട്, അങ്ങനെ എല്ലാവരും പോകാറുണ്ട്. അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ വന്നപ്പോൾ എ ഗ്രൂപ്പിന്റെ മീറ്റിംഗ്, പാൽ സൊസൈറ്റിയുടെ ആ വഴിക്ക് പോയപ്പോൾ പിരായിരിയിൽ ഈ പാൽ സൊസൈറ്റിയിൽ കയറിയിട്ട് അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. തനിക്ക് പരിചയമുള്ളവര്, തന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചവര്, ബൈ ഇലക്ഷനിൽ തനിക്ക് വേണ്ടി മണ്ഡലത്തിൽ ഉടനീളം പ്രവർത്തനം നടത്തിയവര്, അവരവിടെ ഉള്ളത് കൊണ്ട് അവിടെ അവരെ കയറി കണ്ടു, സംസാരിച്ചു. ആ പാൽ സൊസൈറ്റിയിലുണ്ടായ ഭരണസമിതി അംഗങ്ങളോട് സംസാരിച്ചു, അവിടുത്തെ ജോലിക്കാരോട് സംസാരിച്ചു, ഒക്കെ ചെയ്തു. പാൽ സൊസൈറ്റിയിൽ വന്ന ആളുകളോടും സംസാരിച്ചു. അപ്പോ അത് പാലക്കാട്ടെ കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടം, ഇതാണ് വാർത്ത. എന്നിട്ട് രാഹുൽ തന്നെ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് പറയുന്നു, ഇവിടെ ഒരു യോഗം നടന്നത് നിങ്ങൾ കാണിക്ക് എന്ന് വെല്ലുവിളിക്കുമ്പോൾ അവർ പറയാണ്, പിന്നെ നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്ന്. നമ്മള് ഇപ്പോ പല ആളുകളെയും നമ്മൾ പല ഇടങ്ങളിലും വെച്ച് കാണാറുണ്ട്, പലരെയും നമ്മൾ ആ ബന്ധമുള്ള പല യോഗങ്ങളിൽ വെച്ച് കാണാറുണ്ട്. ആ ബന്ധങ്ങളുള്ളവരെ നമ്മൾ പുറത്ത് കണ്ടാലും നമ്മൾ അവരുമായി സംസാരിക്കും, അവരുമായി കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്യും. ചിലപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ക്ലബിന്റെയോ അംഗമാണെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് കണ്ടാൽ സംസാരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇത്തരത്തിൽ നെറികെട്ട ഏർപ്പാടുകൾ ചെയ്യുക, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഇല്ലാ കഥകൾ ഉണ്ടാക്കുക. നിങ്ങൾ കരുതും ഇപ്പോൾ എൻ്റെ മോള് എവിടുന്നാണ് പെട്ടെന്ന് വന്നത് എന്ന്. അത് വേറൊന്നുമല്ല, ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്നെ കാണാനായിട്ട് കരഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തിട്ട് വന്നതാ. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഇല്ലാ കഥകൾ ഉണ്ടാക്കുക, ഊഹാപോഹങ്ങൾ വാർത്തയാക്കി പടച്ചു വിടുക, കേരളത്തിന്റെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അടിസ്ഥാനരഹിതമായ വാസ്തവവിരുദ്ധമായ വാർത്തകൾ പടച്ചുണ്ടാക്കി വിടുന്ന ഒരു തരത്തിലുള്ള ഒരു PR ഏജൻസി വർക്കുകളെയാണ് നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം എനിക്കിതിൽ ചോദിക്കാനുള്ളത്, എനിക്കൊരിക്കലും ചിന്തിച്ചിട്ടും മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്,
ഈ പറയുന്ന രാഹുല് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയാണ്, ശരിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി, അതും ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി, ആ മണ്ഡലത്തിലുള്ള ഈ പറയുന്ന മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായിട്ടുള്ള അവിടുത്തെ വോട്ടർമാരായിട്ടുള്ള ആളുകളിൽ പെടുന്ന പല പാർട്ടിയിലും പെടുന്ന ആളുകൾ ഉണ്ടാവും. ആ സ്വാഭാവികമായിട്ടും രാഹുലിനെ വിജയിപ്പിച്ചു വിട്ട ആളുകൾ ആ മണ്ഡലത്തിലുണ്ട്, രാഹുലിന് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ ആ മണ്ഡലത്തിലുണ്ട്. അങ്ങനെ വരുമ്പോഴേ ഈ ആളുകളെ രാഹുൽ കാണുകയോ അവരുമായിട്ട് കുശലം പറയുകയോ അവരുമായിട്ട് സംസാരിക്കുകയോ ചെയ്താൽ ഉടനടി രാഹുൽ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തു എന്ന് വാർത്തയുണ്ടാക്കുന്നത് എന്ത് അജണ്ടയുടെ പുറകിലാണ്, എന്ത് ഉദ്ദേശത്തിന്റെ പുറകിലാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഈ പറയുന്ന ആളുകൾക്ക് ഇങ്ങനെ രാഹുൽ പങ്കെടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ രാഹുൽ യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് എന്തോ ഒരു വാശിയുള്ളത് പോലെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ പങ്കെടുത്തു എന്ന് തന്നെ കരുതുക, എന്താണ് കുഴപ്പമുള്ളത്? രാഹുൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ ആണ് ഉള്ളത് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഇല്ലാത്ത യോഗത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഈ പറയുന്ന കുത്തിത്തിരിപ്പുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, ഞങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് എന്ന് അവകാശപ്പെടുന്നവർ തന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള നീചമായ വൃത്തികെട്ട നെറികെട്ട ഈ പണികൾക്ക് നിൽക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോ ഇവർക്ക് വലിയ ഒരു ലക്ഷ്യമുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഈ പറയുന്ന രാഹുലിനെ തളക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നടക്കാതെ വന്നപ്പോഴ്, ആ ലക്ഷ്യം കാണാതെ വന്നപ്പോഴ്, ഇവർക്ക് രാഹുലിനെ വീഴ്ത്താൻ കഴിയാതെ വന്നപ്പോഴ് ഇത്തരത്തിലുള്ള ക്രിമികടികൾ, ഇത്തരത്തിലുള്ള കുരുപൊട്ടലുകൾ ഇവരിൽ നിന്നുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അത് ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യം തീർക്കുന്ന രീതിയിൽ ഇല്ലാ കഥകൾ പടച്ചുണ്ടാക്കിയിട്ട് വേണോ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് രാഹുലിനെ വേട്ടയാടാൻ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാവുകയാണ്. നിങ്ങൾക്ക് രാഹുലുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ധാർമ്മികതയും ലോജിക്കുമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ന്യൂസ് റൂമുകളിൽ നടക്കുന്ന കാര്യങ്ങളിലെ നിങ്ങളുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇത്തരത്തിൽ ഒരു ഇരട്ടത്താപ്പ് നമ്മൾ ഇവർക്കിടയിൽ നിന്ന് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോ രാഹുലിനെ വീഴ്ത്തണം, രാഹുലിനെ ഒരു തരത്തിലും ഇനി മുന്നോട്ട് പോവാൻ അനുവദിക്കരുത് എന്നുള്ള വാശിക്കാണ് ഇത്തരത്തിൽ വ്യാജ കഥകൾ പടച്ചു വിടുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ഇവരുടെ വ്യാജങ്ങൾ കൊണ്ടോ, ഇവരുടെ വേട്ടയാടലുകൾ കൊണ്ടോ, ഇവരുടെ മാധ്യമ വിചാരണ കൊണ്ടോ രാഹുലിനെ തകർക്കാൻ കഴിയില്ല എന്നുള്ളത് അത് ഇവർക്ക് മനസ്സിലായ കാര്യം കൂടിയാണ്. കാരണം ഈ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന അന്ന് ഈ നിമിഷം മുതൽ ഈ അവസാനം വരെ രാഹുലിനെതിരെ ഇവർ കുരച്ചുകൊണ്ടേ ഇരുന്നത്, ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നത് ഇവർ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിച്ചു. അതോടൊപ്പം രാഹുൽ MLA സ്ഥാനത്ത് നിന്ന് ഇറങ്ങണമെന്നതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നടക്കാതെ വന്നപ്പോഴാണ് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ വ്യാജങ്ങൾ പടച്ചുവിടുന്ന ഫാക്ടറികളുടെ ഉടമസ്ഥരായിട്ടും അതിന്റെ നടത്തിപ്പുകാരായിട്ടും ഈ മാപ്രകൾ മാറിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് ആർക്കുമില്ല. ഇപ്പൊ ഇവരെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണ്? ഇവരെ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് പാലക്കാട് ഇപ്പോ കേരളത്തിൽ ഉടനീളം ഇനി നടക്കാൻ പോകുന്ന 2025 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന പാലക്കാട്ട് നിയോജക മണ്ഡലത്തില് രാഹുൽ തന്റെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞാല് രാഹുൽ എന്ന് പറയുന്ന ഒരു എഫക്റ്റ്, അല്ലെങ്കിൽ അവിടെ ഒരു രാഹുൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഈ പറയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഇവർക്കാർക്കും ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പ്രചരണങ്ങൾക്ക് വേണ്ടി രാഹുൽ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ രാഹുൽ വലിയ ഒരു ഫാക്ടറായിട്ട്, അല്ലെങ്കിൽ ഒരു സ്വാധീനിക്കുന്ന ഘടകമായിട്ട് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ ഈ പറയുന്ന സോ കോൾഡ് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒരു തർക്കവുമില്ല. അപ്പോ ഇവരുടെ കൂട്ടത്തിൽ പലരും പിണറായി വിജയന്റെയും LDFന്റെയും CPMന്റെയും PR ഏജൻസികളായി പ്രവർത്തിക്കുന്നവരാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഹുൽ എഫക്റ്റ് പാലക്കാട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇവരുടെ കോട്ടകളിൽ വിള്ളൽ വീണ് കഴിഞ്ഞാൽ, ഈ കണ്ണാടി പഞ്ചായത്തും പിരായിരിയിലും മാത്തൂരിലും ഈ രാഹുലിന്റെ സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ, പാലക്കാട് നഗരസഭയിൽ രാഹുലിന്റെ സ്വാധീനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് വരുന്ന ഭരണസമിതിയെ കോൺഗ്രസിന് കീഴിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ഭരണത്തെ കോൺഗ്രസിന്റെ കയ്യിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഇവർക്കാർക്കും തർക്കമില്ല. അപ്പോ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം ഇത്തരത്തിൽ ഒരു വലിയ വിജയം രാഹുലിനെ പാലക്കാട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു രാഷ്ട്രീയ നേട്ടമാവുകയും അയാളുടെ മുന്നോട്ടുള്ള യാത്രക്കുള്ള വലിയ ഊർജമാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും ഇവർക്ക് തർക്കമില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വ്യാജങ്ങൾ പടച്ചുവിട്ടുകൊണ്ട് രാഹുലിനെതിരെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുവാനും തമ്മിലടികൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഈ സോകോൾഡ് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.